ഇനി നമുക്ക് നടരാജാസനം ചെയ്യാം. നടരാജാസനം നമുക്ക് നല്ല ആകൃതി ലഭിക്കുന്നു, അതിൽ കൂടുതൽ നല്ല കോൺസെൻട്രേഷൻ ലഭിക്കുന്നു, കണ്ണുകൾക്ക് നല്ല നമ്മുടെ കാഴ്ചശക്തി കൂട്ടുന്നു, മൊത്തത്തിൽ ബോഡിക്ക് നല്ല ബാലൻസ് കിട്ടുന്നു. കാണിക്കാം. ശ്വാസം എടുത്ത് വിട്ടിട്ട് പിന്നെ ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് വേണം നിൽക്കാൻ. എന്നിട്ട് താഴുന്നതനുസരിച്ച് ശ്വാസം വിട്ടോണം. കൈകൂപ്പി പിടിച്ചിരിക്കുന്ന കൈകൾ താത്തി കൊണ്ടുവന്ന് കാലും 45 ഡിഗ്രി പൊക്കണം. ഇടത്തുകാല് വലത്തുകാൽ ഉറപ്പിച്ച് നിൽക്കുമ്പോൾ ഇടത്തുകാൽ പൊക്കണം, ഇടത്തുകാൽ ഉറപ്പിച്ചാണെങ്കിൽ വലത്തുകാൽ പൊക്കണം. കൈകൂപ്പി നിന്നിട്ട് കാണിക്കാം. വലത്തുകാൽ ഉറപ്പിച്ച് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് പതുക്കെ താഴുക. നോട്ടം അകലേക്കായിരിക്കട്ടെ. ഓക്കെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 2-3 പ്രാവശ്യം ചെയ്തിട്ട് നമ്മളിങ്ങനെ റിലാക്സേഷൻ പോസ് നിൽക്കുക. കൈ ഇങ്ങനെ താത്തിട്ട് തൂക്കിയിട്ട് നോർമൽ ബ്രീത്തിങ് നിൽക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് വളരെ ഗുണമുള്ളതാണ്. ബോഡി ബാലൻസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് വളരെ ഗുണമാണ് നടരാജാസനം. നൃത്തത്തിൽ ഇതുണ്ട്, അതുകൊണ്ടാണ് ഇത് അഭ്യസിക്കുന്നവർക്ക് നല്ല ബാലൻസ് കിട്ടുന്നത്. കളിക്കുമ്പോൾ എങ്ങനെ വേണേലും അവർ കാലും കൈയും പൊക്കുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്യുന്നു. ഓക്കെ.